ഹായ് ഫ്രണ്ട്സ്, കുടീശ്വരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് കോഫി പുഡിംഗ്. വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പുഡിംഗ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം ഒട്ടും സമയം കണ്ട നേരെ വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കോഫി പുഡിംഗ് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാല് മാറ്റിയിട്ട് ബാക്കി പാലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും പാൽ ഒഴിച്ചതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയുടെ ആഡ് ചെയ്യണം. ഏകദേശം 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ പാല് തിളച്ച് പൊങ്ങാതിരിക്കാനുമാണ്. അപ്പോൾ അതിനുശേഷം ചെറിയ തിള വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 ടീസ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഇൻസ്റ്റൻറ്റ് കോഫി തന്നെ യൂസ് ചെയ്യുക, നോർമൽ കോഫി പൗഡർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിലൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിയ 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറുടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ നല്ല രീതിയിലൊന്ന് തിക്കായി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പം തീ ഓഫ് ചെയ്യുക. ഇനി ഒരിക്കലും കുക്ക് ചെയ്യരുത്, ഭയങ്കര റബ്ബറി ആയിപ്പോവും. അപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്കൊന്ന് കൂൾ ചെയ്ത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ബൗളിൽ വേണമെങ്കിലും ഒന്ന് ഓയിൽ ചെയ്തിട്ട് ആ ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോൾഡ് ഉണ്ടെങ്കിലും ആ മോൾഡൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളം നമുക്കൊന്ന് കൂൾ ചെയ്തെടുക്കണം. കൂൾ ചെയ്താൽ മാത്രമേ നമ്മളെ പുഡിംഗ് നല്ല രീതിയിൽ സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫ്രീസറിലാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1/2 മണിക്കൂർ കൂടുതൽ ഒരിക്കലും വയ്ക്കരുത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു പുഡിംഗ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് പറയുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു ഡെസേർട്ട് റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്തേക്കും. ഇതുപോലത്തെ സൂപ്പർ വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നതാണ്. അതുവരെയും ക്യാമറ എന്നതിനോടൊപ്പം ഇറ്റ്സ് മീ ആഗാഡ് സൈനിങ് ഓഫ്.